ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഇവിടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. അങ്ങനെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പ്രൊഫഷണലായിട്ട് ബിരിയാണി ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാം എന്നുള്ളതിൽ ചെയ്യുന്നതാണിത്. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഒന്ന് വേവിക്കണം. പിന്നെ അരി മുന്നേ ഞാൻ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് മുന്നേ. പിന്നെ പാത്രത്തിൽ കുറച്ച് നെയ്യ് ചേർത്ത് അതിനുശേഷം നമുക്ക് വേണ്ട കറി മസാല പട്ടകളൊക്കെ ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നല്ല ഇളക്കിയതിന് ശേഷം കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സവാള ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി കുറച്ചൊന്ന് വഴറ്റി എടുക്കുക. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് ഞാനൊന്ന് അടച്ചു വെച്ചിരുന്നു. അപ്പോഴത്തേക്കും കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. കുക്കർ ഓഫ് ചെയ്തു. പിന്നെ ഇതിലോട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന അരി ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് നല്ലോണം ഇളക്കി അപ്പോഴത്തേക്കും കുക്കറിന്ന് നമുക്ക് ചിക്കൻ എടുത്ത് ഇതിലോട്ട് ഊറ്റി ഇടാം കേട്ടോ. ഈ ചിക്കൻ്റെ നമ്മൾ ഊറ്റിയെടുത്ത അതിൽ ചിക്കൻ്റെ വെള്ളം ഇതുപോലെ ഉണ്ടാവും. അത് നമുക്ക് അളന്നെടുക്കാവേ. ഞാൻ അങ്ങനെ അത് 1.5 കപ്പോളം ഉണ്ടായിരുന്നു. ആ 1.5 കപ്പ് പിന്നെ അതായത് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ്. അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മാഗി ക്യൂബ് ആഡ് ചെയ്തു, ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന്. പിന്നെ അടച്ച് വെച്ച് വേവിച്ച് ഇതുപോലെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.